നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തനിക്കെതിരെ കെപിസിസി സ്വീകരിച്ച നടപടി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കെപിസിസി മെമ്പർ കെ.വി. സുബ്രഹ്മണ്യൻ. പൊന്നങ്കോടുകുന്ന് തൃക്കൈപ്പറ്റ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ ശ്രീകോവിൽ പ്രതിഷ്ഠയ്ക്കൊരുങ്ങി. പുതിയറ CSI ഷഫ്ലർ മെമ്മോറിയൽ ദേവാലയത്തിലെ സുവിശേഷ മഹായോഗവും ഗാന ശുശ്രൂഷയും മെയ് 13 ആരംഭിക്കും. ബേപ്പൂർ ബീച്ച് ശുചീകരിച്ച് സന്നദ്ധ സംഘടനകളും പ്രദേശവാസികളും. കെ സരസ്വതിയമ്മ പുരസ്കാരം എഴുത്തുകാരി പി ഗീതയ്ക്ക് നൽകും. സാഹിത്യകാരി സാറ ജോസഫ് പുരസ്കാരം സമർപ്പിക്കും. കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി അക്രലിക് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയ്ക്ക് തുടക്കമായി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. തനിക്കെതിരെ കെപിസിസി സ്വീകരിച്ച നടപടി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കെപിസിസി മെമ്പർ കെ.വി. സുബ്രഹ്മണ്യൻ. താൻ മരണം വരെ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുമെന്നും കെ.വി. സുബ്രഹ്മണ്യൻ പറഞ്ഞു. അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാറിന്റെ പേരിലെടുത്ത നടപടി പിൻവലിക്കണം. മറ്റൊരാവശ്യവും നമുക്കില്ല. അത് ആ പ്രശാന്തിന്റെ പേരിലെടുത്ത നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാഘവേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല. അവൻ ഉദ്ദേശിക്കുന്നത് DC പ്രസിഡന്റിനെയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കുറേ ഒരു ഗൂഢാലോചനയുടെ ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ്. KPCC പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് 5 ദിവസം കൊണ്ട് തീർക്കണമെന്ന് 8 മാസം മുമ്പ് പറഞ്ഞ തീരുമാനം അത് തീർക്കാതെ ട്രേ ചെയ്ത് കൊണ്ടുവന്ന് ഡിസംബർ 31 വരെ കൊണ്ടുപോയതിൻ്റെ പ്രധാന കാരണക്കാരൻ പ്രവീൺ കുമാറാണ്. തനിക്കെതിരെ കെപിസിസി സ്വീകരിച്ച നടപടി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കെ.വി. സുബ്രഹ്മണ്യൻ. കെപിസിസി അധ്യക്ഷൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. ജയന്ത് പറയുന്നത് മാത്രമാണ് അദ്ദേഹം കേൾക്കുന്നത്. ജയന്ത് ചെയ്യുന്ന പ്രവർത്തനം കോൺഗ്രസിന്റെ നാശത്തിനാണെന്നും താൻ മരണം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുമെന്നും കെ.വി. സുബ്രഹ്മണ്യൻ കോഴിക്കോട് പറഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസിന്, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അപജയമുണ്ടാകുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ KPCC പ്രസിഡന്റിൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരു അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന് പറഞ്ഞ KPCC ചരിത്രത്തിലില്ല. എന്നാൽ KPCC പ്രസിഡന്റിന് ഒരു അറ്റാച്ച്ഡ് സെക്രട്ടറി ഉണ്ട്. അത് വേറെ ആരുമല്ല, അഡ്വക്കേറ്റ് ജയന്താണ്. ഞാൻ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. എൻ്റെ നാട്ടിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നെ ഒരു മീഡിയക്കാർ വിളിച്ചപ്പോൾ ഞാനൊരു വീട്ടിൽ പോവുകയായിരുന്നു അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചത്. ഞാൻ നിരന്തരം പോകുന്നു, പ്രവർത്തിക്കുന്നു. എന്നെ തടസ്സം ചെയ്യാൻ ഇവർക്കാർക്ക് സാധ്യമല്ല. ഞാൻ AICC സെക്രട്ടറി ആകാനോ KP സെക്രട്ടറി ആകാനോ ഉന്നത സ്ഥാനങ്ങളുണ്ടാകാനോ നിയമസഭയിൽ മത്സരിക്കാനോ ഒന്നും ആഗ്രഹിക്കാത്ത ആളെന്ന നിലയ്ക്ക് എനിക്ക് എന്തിനാ അവരെ പറ്റിപിടിക്കേണ്ടത്? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊന്നങ്കോടുകുന്ന് തൃക്കൈപ്പറ്റ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ശ്രീകോവിൽ പ്രതിഷ്ഠയ്ക്കൊരുങ്ങി. ഭക്തരിൽ നിന്ന് സ്വരൂപിച്ച 8 കോടിയിലേറെ രൂപ ചിലവഴിച്ചാണ് ശ്രീകോവിൽ നിർമ്മിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ ക്ഷേത്ര ശ്രീകോവിൽ പ്രതിഷ്ഠയ്ക്കൊരുങ്ങി. തൊണ്ടയാട് ബൈപ്പാസിൽ സൈബർ പാർക്കിന് സമീപത്താണ് 1.5 സഹസ്രാബ്ദത്തോളം പഴക്കമുള്ളതും 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞതുമായ പൊന്നങ്കോടുകുന്ന് തൃക്കൈപ്പറ്റ ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സജ്ജമായിരിക്കുന്നത്. ഇന്ന് മുതൽ 23 വരെ സുബ്രഹ്മണ്യ വിഗ്രഹ പ്രതിഷ്ഠയും കലശാഭിഷേകവും നടക്കും. ഭക്തരിൽ നിന്ന് സ്വരൂപിച്ച 8 കോടിയിലേറെ രൂപ ചിലവഴിച്ചാണ് ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് ക്ഷേത്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ മുരളീധരനും ക്ഷേത്രം ട്രസ്റ്റി AK പ്രശാന്തും സംഘാടക സമിതി ചെയർമാൻ അംഗത്തിൽ അജയ് കുമാറും പറഞ്ഞു. കുമ്മായക്കൂട്ടിൽ, പ്രത്യേക തരത്തിലുള്ള കഷായത്തിൽ ഉണ്ടാക്കിയ കുമ്മായക്കൂട്ടിൽ
കേരളത്തിൽ ലഭ്യമായ ഏറ്റവും നല്ല ചെങ്കല്ല് ഉപയോഗിച്ച്, അതായത് ഇരിട്ടി ഇരിക്കൂർ മേഖലയിൽ നിന്നും കൊണ്ടുവന്നതാണ്. അത് ഉപയോഗിച്ച് നല്ല മരത്തിലും മേൽക്കൂര ചെമ്പിലും ഒക്കെ പണി കഴിപ്പിക്കണം ബാക്കിയുള്ള ശ്രീകോവിലുകളും എന്നാണ് നാട്ടുകാരെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിനകം 8 കോടിയോളം രൂപ ചെലവായി കഴിഞ്ഞു. ഈ ക്ഷേത്രത്തിന്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയും നമ്മളിലൊക്കെ അത്ഭുതം ഉണ്ടാക്കുന്നതുമായ കാര്യം, ഈ 8 കോടിയിലധികം രൂപ സാധാരണക്കാരായ നാട്ടുകാരും അല്ലാത്തവരുമായ ഭക്തജനങ്ങളിൽ നിന്നും സമാഹരിച്ചതാണ്. 20 നടക്കുന്ന പ്രതിഷ്ഠാകർമ്മത്തിന്റെ ഭാഗമായി 12 മുതൽ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ദേശീയപാത ബൈപ്പാസിൽ നിന്ന് സൈബർ പാർക്കിന്റെ അതിരിലൂടെ കിഴക്കേ നടയിൽ എത്തിച്ചേരും വിധം റോഡ് ക്ഷേത്രത്തിലേക്ക് മാത്രമായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയറ CSI ഷഫ്ലർ മെമ്മോറിയൽ ദേവാലയത്തിലെ സുവിശേഷ മഹായോഗവും ഗാന ശുശ്രൂഷയും മെയ് 13 ആരംഭിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ സംസാരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പും മറ്റ് ജനപ്രതിനിധികളും സംബന്ധിക്കും. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛനാണ് ഈ കൺവെൻഷൻ എടുക്കുവാനായിട്ട് മുഖ്യ പ്രാസംഗികനായിട്ട് വരുന്നത്. ചരിത്രപൂർവം നടന്ന ഒരു സംഭവമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കും. കാരണം കഴിഞ്ഞ ഒരു 20 വർഷങ്ങളായിട്ട് ആ പള്ളിയിലെ ഒരു കൺവെൻഷൻ ഉണ്ടായിട്ടില്ല. ആരംഭകാല മിഷണറിമാർ വന്ന് സ്ഥാപിച്ച ഒരു ദേവാലയമാണ് പുതിയറയിലെ കോമൺവെൽത്ത് ടൈൽ ഫാക്ടറി. അവരാണ് ആരംഭിച്ചത്. ഒത്തിരി തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ മതത്തിലുള്ളവരും അവിടെ ജോലി ചെയ്തതാണ്. ഈ കൺവെൻഷൻ മിഷണറിമാരുടെ ഒരു മാതൃക പിന്തുടരുന്ന ഒരു അനുഭവമാണ്. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, സമൂഹത്തിന് വളരെ പ്രയോജനമുള്ള ഒരു കൺവെൻഷനായി കരുതുന്നു. കാരണം ഈ മലബാർ മഹാ ഇടവക പുതിയറ CSI ഷഫ്ലർ മെമ്മോറിയൽ ദേവാലയത്തിൽ മെയ് 13, 14, 15 തീയതികളിൽ സുവിശേഷ മഹായോഗവും ഗാനശുശ്രൂഷയും നടക്കും. പരിപാടികളിൽ മഹാ ഇടവക അധ്യക്ഷൻ റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ അധ്യക്ഷത വഹിക്കും. സുവിശേഷ പ്രസംഗ രംഗത്ത് സുപരിചിതനായ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ സന്നിഹിതനാകും. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൺവെൻഷൻ പുതിയറ ദേവാലയത്തിൽ നടത്തപ്പെടുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. പരിപാടികളിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, വാർഡ് കൗൺസിലർ T. റെനീഷ് എന്നിവരും മറ്റ് പ്രമുഖരും സംബന്ധിക്കുമെന്നും കൺവീനർ K. സുരേഷ് ബാബു, S. ശോഭൻകുമാർ ഡാനിയൽ, ലെസ്ലി സുന്ദർരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ബീച്ച് ശുചീകരിച്ച് സന്നദ്ധ സംഘടനകളും പ്രദേശവാസികളും. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തികൾ നടന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ ദൗത്യത്തിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡ് നേതൃത്വത്തിൽ ബേപ്പൂർ ബീച്ച് മറീനയും പരിസരവും വൃത്തിയാക്കി. കോർപ്പറേഷൻ, NCC, NSS, ആരോഗ്യവകുപ്പ്, DTPC, പ്രദേശവാസികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് കടൽ തീരം മാലിന്യമുക്തമാക്കിയത്. വേലിയേറ്റത്തിൽ തീരത്ത് അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള 1.4 ടൺ അജൈവ മാലിന്യം ശേഖരിച്ചു. ചാക്കുകളിൽ നിറച്ച മാലിന്യം പിന്നീട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നേതൃത്വത്തിൽ സംസ്കരണത്തിന് കൊണ്ടുപോയി. രാവിലെ തുടങ്ങിയ ശുചീകരണ യജ്ഞത്തിൽ സേനാംഗങ്ങൾ ഉൾപ്പെടെ 150 വോളണ്ടിയർമാർ പങ്കെടുത്തു. കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡിംഗ് ഓഫീസർ കമാൻഡന്റ് സന്ദീപ് സിംഗ്, മെഡിക്കൽ ഓഫീസർ സർജൻ ലഫ്റ്റനന്റ് കമാൻഡർ ജോസ്, അസിസ്റ്റന്റ് കമാൻഡന്റ് ഫെറ, ഡെപ്യൂട്ടി കമാൻഡർമാരായ പ്രശാന്ത് മല്ലിക്, ഗുർവീന്ദർ സിംഗ്, കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ND ശ്രീനിവാസൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ P. ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. 10 കോടി രൂപ ചിലവിൽ മെറൈൻ വേൾഡ് ഒരുക്കുന്നു ഡബിൾ ഡക്കർ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൽ ഒരു ചില്ല് ജാലകത്തിൽ മനുഷ്യനും മത്സ്യങ്ങളും പ്രണയിക്കുന്നത് കാണാം. ആഴക്കടലിലെ ചെകുത്താൻ ആംഗ്ലർ ഫിഷ് നെറ്റിയിൽ ടോർച്ചുമായി നിങ്ങളെ വിഴുങ്ങാൻ കാലിക്കറ്റ് ട്രേഡ് സെന്റർ സ്വപ്ന നഗരിയിൽ. മെറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, കാലിക്കറ്റ് ട്രേഡ് സെന്റർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഉള്ളിയേരി MDTൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു.
മെയ് 15 നടക്കുന്ന ജോബ് ഫെയറിൽ പ്രമുഖ 25 സ്ഥാപനങ്ങൾ ഉദ്യോഗാർത്ഥികളെ തേടി എത്തുമെന്ന് ചെയർമാൻ എം മെഹബൂബ് പറഞ്ഞു. ഞങ്ങൾ 15-ാം തീയതി ഒരു വലിയ മെഗാ ജോബ് ഫെസ്റ്റ് നടത്തുകയാണ്. മെഗാ ജോബ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, എല്ലാ തരത്തിലുള്ള ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും. ഏതാണ്ട് ഒരു 2000-ഓളം രജിസ്ട്രേഷൻ ഇപ്പോൾ വന്നു. ഞങ്ങൾ 3500-4000 കുട്ടികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജോബ് ഫെസ്റ്റ്, മെഗാ ജോബ് ഫെസ്റ്റ് നടക്കുകയാണ്. ഈ മെയ് മാസം 15-ാം തീയതിയാണ്. 42 കമ്പനികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു. 50 കമ്പനികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ദുബായിലുള്ള ഒരു കമ്പനി പ്രിൻസിപ്പൾ പറയും, ഇൻഫോസിസ്, TCS പോലുള്ള ഉയർന്ന കമ്പനികൾ, നെക്സ്റ്റ് കമ്പനി പോലുള്ള ഉയർന്ന കമ്പനികൾ എല്ലാം ഇതിനകത്ത് ഉണ്ട്. ഉള്ളിയേരിയിലെ എം ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ക്യാമ്പസിൽ 15-ന് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും. ഇൻഫോസിസ്, 6D ടെക്നോളജീസ്, SFO ടെക്നോളജീസ്, ആനന്ദ് ഓട്ടോമാറ്റീവ് തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ 25 സ്ഥാപനങ്ങൾ ജോബ് ഫെയറിനെത്തും. ബിടെക്, BSc, ITI, ഡിപ്ലോമ, ബിരുദം, ഫാർമസി യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എം മെഹബൂബ്, പ്രിൻസിപ്പൽ ഡോക്ടർ PM മഹീശൻ, AK മണി, ഡോക്ടർ O അശോകൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കെ സരസ്വതിയമ്മ പുരസ്കാരം എഴുത്തുകാരി P ഗീതയ്ക്ക് നൽകും. സാഹിത്യകാരി സാറ ജോസഫ് പുരസ്കാരം സമർപ്പിക്കും. വിങ്സ് കേരളയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആത്മാഭിമാനമുള്ള സ്ത്രീകളുടെ കഥകൾ, അതായത് സരസ്വതിയമ്മയെ ജനങ്ങളിലേക്ക് എത്തിച്ച, സാഹിത്യ ലോകത്തിലേക്ക് എത്തിച്ച ഒരു എഴുത്തുകാരി കൂടിയാണ് ഗീത ടീച്ചർ. ആത്മാഭിമാനമുള്ള സ്ത്രീകളുടെ കഥകൾ എഴുതി മലയാള സാഹിത്യ ലോകത്ത് തന്റേതായ ഇടം സൃഷ്ടിച്ച് കടന്നുപോയ കെ സരസ്വതി അമ്മയുടെ സ്മരണാർത്ഥം വിങ്സ് കേരള ഏർപ്പെടുത്തിയ സ്ത്രീകൾ രചിച്ച സ്ത്രീപക്ഷ പഠന പുസ്തകത്തിനുള്ള കെ സരസ്വതി അമ്മ പുരസ്കാരത്തിന് ഡോക്ടർ P ഗീത അർഹതയായി. 30,000 രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങുന്നതാണ് അവാർഡ്. ആൺതച്ചുകൾ എന്ന പുസ്തകത്തിനാണ് അവാർഡ്. മെയ് 30 വൈകുന്നേരം 3 മണിക്ക് കോഴിക്കോട് KP കേശവ മേനോൻ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരി സാറ ജോസഫ് പുരസ്കാരം നൽകും. എഴുത്തുകാരായ ഡോക്ടർ TV സുനിത, PK കനകലത, N ശ്രീജിത്ത് എന്നിവരാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. 2018 ജനുവരി മുതൽ 2023 ഡിസംബർ വരെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചത് എന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്ന് പ്രീ പ്രൈമറി മോണ്ടിസോറി കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. PK നവാസ് മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി മോണ്ടിസോറി അധ്യാപക പരിശീലനത്തിലൂടെ മികച്ച അധ്യാപികമാരെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് കുറ്റ്യാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാഗോർ അക്കാദമി. ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസുകൾ നൽകിയാണ് അക്കാദമി മികച്ച അധ്യാപികമാരെ പരിശീലിപ്പിക്കുന്നത്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സന്നദ്ധ സംഘടനയായ വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എഡ്യൂക്കേഷന്റെ അംഗീകാരമുള്ള അന്താരാഷ്ട്ര മൂല്യമുള്ള സർട്ടിഫിക്കറ്റുകളാണ് ടാഗോർ അക്കാദമിയിൽ നിന്ന് നൽകി വരുന്നത്. 10ാം ക്ലാസ്, +2, ഡിഗ്രി എന്നിവ കഴിഞ്ഞവർക്ക് വെവ്വേറെ കോഴ്സുകളുമുണ്ട്. പുതിയ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം കുറ്റ്യാടി ഗ്രീൻ വാലി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇതോടൊപ്പം ലേണിംഗ് ഡിസബിലിറ്റീസ് ഡിപ്ലോമ കോഴ്സിലെ ആദ്യ ബാച്ചും പുറത്തിറങ്ങി. സിക്കിം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിൽ +2 പൂർത്തിയാക്കിയവർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PK നവാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ടാഗോർ അക്കാദമിയെ അതിന്റെ ആധികാരികത പൂർണ്ണമാക്കാനുള്ള യാത്രകളായിരുന്നു മഹാഭൂരിപക്ഷവുമെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ്. അംഗീകാരമുള്ള ഇന്ത്യയിലെ ഏത് സ്ഥാപനങ്ങളിലും, സമാന്തര സ്ഥാപനങ്ങളിലും, സർക്കാർ സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ലഭിക്കാൻ ആവശ്യമായ സർട്ടിഫൈഡ് ക്വാളിഫൈഡ് സംവിധാനമാണ് ടാഗോർ വിഭാവനം ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഇതിന്റെ ക്യാരറ്റ് 916 ആണ്. WHRDE കേരള ചെയർമാൻ S അനിൽകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ മേഴ്സി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. അക്കാദമിക് ഡയറക്ടർ ജമാൽ കുറ്റ്യാടി അധ്യക്ഷനായിരുന്നു. ഡയറക്ടർമാരായ KP അബ്ദുൽ മജീദ്, NP സക്കീർ, VC കുഞ്ഞബ്ദുള്ള, ടീം ലീഡർ അശ്വതി, അശ്വിനി NP, അർഷിന C തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. 10 കോടി രൂപ ചിലവിൽ മെറൈൻ വേൾഡ് ഒരുക്കുന്നു ഡബിൾ ഡക്കർ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൽ ഒരു ചില്ല് ജാലകത്തിൽ മനുഷ്യനും മത്സ്യങ്ങളും പ്രണയിക്കുന്നത് കാണാം. ആഴക്കടലിലെ ചെകുത്താൻ ആംഗ്ലർ ഫിഷ് നെറ്റിയിൽ ടോർച്ചുമായി നിങ്ങളെ വിഴുങ്ങാൻ കാലിക്കറ്റ് ട്രേഡ് സെന്റർ സ്വപ്ന നഗരിയിൽ. മെറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, കാലിക്കറ്റ് ട്രേഡ് സെന്റർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അമ്യൂസിയം ആർട്ട് സയൻസ് സംഘടിപ്പിക്കുന്ന സയൻസ് എക്സ്പോ കോഴിക്കോട് ബീച്ചിൽ മെയ് 12 മുതൽ 26 വരെ നടക്കും. ലൈഫ് സയൻസ് എന്ന വിഷയത്തെ അധിഷ്ഠിതമാക്കി ക്യൂറേറ്റ് ചെയ്ത പ്രദർശനം മനുഷ്യകുലത്തെക്കുറിച്ചുള്ള സായൻസിക വിജ്ഞാനത്തെയാണ് അവതരിപ്പിക്കുന്നതെന്ന് സംഘാടകർ. അത് കഴിഞ്ഞാൽ മനുഷ്യനെ കുറിച്ചുള്ള ആന്തരികമായിട്ടുള്ള അവൻ്റെ ഓർഗനുകളുടെ പ്രവർത്തന രീതികൾ, അതിൽ തന്നെ മസ്തിഷ്കമാണ് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവം. ആ അവയവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള വീഡിയോ വിശദീകരണങ്ങൾ, വെർച്വൽ റിയാലിറ്റി, അനിമേഷനുകൾ, അതുപോലെ സ്കൾപ്ചറുകൾ, ഈ ജൈവശാസ്ത്രപരമായി നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ റെപ്ലിക്കകൾ, ഒരുപക്ഷെ കൗതുകം എന്ന രീതിയിൽ ടീറക്സ് എന്ന് പറയുന്ന ദിനോസറുകളുടെ ഒരു യഥാർത്ഥ വലിപ്പത്തിലുള്ള ഭൂഗോളത്തിന്റെ മാതൃക. 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള എയർ കണ്ടീഷൻഡ് പവലിയനുകളിലാണ് സയൻസ് എക്സ്പോ പ്രദർശനം സജ്ജമാക്കുന്നത്. മെയ് 12 വൈകിട്ട് 5 നടക്കുന്ന ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്രപ്രചാരകൻ പ്രൊഫസർ കെ പാപ്പുട്ടി മുഖ്യാതിഥിയെ പങ്കെടുക്കും. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറും. വിവരണങ്ങൾ കൂടാതെ ആകർഷകമായി തയ്യാറാക്കുന്ന ഇൻസ്റ്റലേഷനുകളിലൂടെയും മറ്റും പതിവ് എക്സ്പോകളിൽ നിന്നും വ്യത്യസ്തമായാണ് പ്രദർശനം സംവിധാനം ചെയ്തിട്ടുള്ളതെന്ന് സംഘാടക സമിതി ചെയർപേഴ്സൺ മുൻ MLA A പ്രദീപ് കുമാറും ക്യൂറേറ്റർ G അജിത് കുമാറും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കടലിനടിയിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കി അക്രലിക് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയ്ക്ക് തുടക്കമായി. സരോവരത്ത് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ചലച്ചിത്ര താരം അനു സിത്താര ഉദ്ഘാടനം ചെയ്തു. കടലിനടിയിലൂടെ നടന്ന് ആഴക്കടലിന്റെ വർണ്ണ വിസ്മയങ്ങൾ കാണാം. 10 കോടി രൂപ മുതൽ മുടക്കിൽ മറൈൻ വേൾഡ് ഒരുക്കുന്ന അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 20 അടി നീളം 10 അടി ഉയരത്തിൽ തീർത്ത 15ഓളം ഗ്ലാസ് അക്വേറിയത്തിൽ മനുഷ്യരെ പോലെ ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന പല തരത്തിലുള്ള പല വർണ്ണങ്ങളിലും വിവിധ പേരുകളിലും അറിയപ്പെടുന്ന തൊട്ടാൽ ഷോക്കടിക്കുന്ന മത്സ്യങ്ങൾ മുതൽ കൂട്ടമായി മാത്രം സഞ്ചരിക്കുന്ന കൊമ്പന, കടലിലെ ഗ്ലാമർ താരം ബ്ലൂറിംഗ്, പഫർ ഫിഷ് തുടങ്ങിയ അനേകായിരം മീനുകൾ ഒരുപോലെ നീന്തി തുടിക്കുന്ന കാഴ്ചകൾ കാണാം. 250 അടി നീളത്തിൽ മറ്റൊരു മായാ ലോകത്തേക്കാണ് ജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിനടിയിലൂടെ നടന്ന് അത്ഭുത ലോകം തന്നെ നിങ്ങൾക്ക് കാണാം. വിഡോടെട്ര, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അലിഗേറ്റർ, രാത്രികാലങ്ങളിൽ കുട്ടികളെ പോലെ കരയുന്ന റെഡ് ഫിഷ്, ക്യാറ്റ് ഫിഷ്, വിവിധ തരം തിരണ്ടികൾ, കടലിന് കാവലായി നിൽക്കുന്ന കടലമ്മയുടെ കൊട്ടാരം, അങ്ങനെ അനവധി കാഴ്ചകൾ കണ്ടുകഴിഞ്ഞ് മത്സ്യകന്യകമാരുടെ കൊട്ടാരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്വപ്നത്തിൽ മാത്രം കണ്ടിട്ടുള്ള മത്സ്യകന്യകമാർ നമ്മുടെ മുന്നിലൂടെ വെള്ളത്തിനടിയിലൂടെ നിറച്ചിരിയോടെ നീന്തിക്കളിക്കുന്ന കാഴ്ചകൾ ജീവിതത്തിൽ ആദ്യമായി ആസ്വദിക്കാം. ഫിഷിൻ്റെ അക്വാ വേൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എന്താ പറയുക, പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക്. പിന്നെ അതേപോലെ ബേർഡ്സിൻ്റെ അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്, വേറെ പെറ്റ്സിൻ്റെ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം വന്ന് കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതേപോലെ കുറേ ഷോപ്പിംഗ് ഏരിയാസും നമുക്ക് ചിലപ്പം ഇവിടെ കിട്ടാത്ത പല സാധനങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഫർണിച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ച് കൊല്ലത്തും ആലപ്പുഴയിലും പാലക്കാടും ലക്ഷക്കണക്കിന് ആളുകളെ വിസ്മയിപ്പിച്ച മറൈൻ വേൾഡ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ, കേരളത്തിലെ വിവിധ തരം രുചിക്കൂട്ടുകൾ ഒരുക്കി ഭക്ഷണശാലകൾ എന്നിവയും ഇവിടെ സജ്ജമാണ്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന DQF ആണ് മുഖ്യ സംഘാടകർ.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ അക്ഷയ തൃതീയ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കലയൂർ ഇല്ലത്ത് വിനയരാജൻ മൂസത്ത് ഉദ്ഘാടനം ചെയ്തു. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ശാഖ അക്ഷയ തൃതീയ ആഘോഷം തലയൂർ ഇല്ലത്ത് വിനയരാജൻ മൂസത്ത് ഉദ്ഘാടനം ചെയ്തു. സൂര്യചന്ദ്രന്മാരും പ്രഭവവും പ്രാഭവവും ഒക്കെ ധാരാളം ഭൂമിയിൽ പതിക്കുന്ന ദിനമാണ്. എങ്ങനെ ഈ ദിവസം പുണ്യദിനമായി മാറിയെന്ന് ചോദിച്ചാൽ കുറേ അധികം പറയാറുണ്ട്. മഹാരഥന്മാരായ പുണ്യാത്മാക്കളുടെ ജനനം പറയുന്നുണ്ട്, പല നല്ല സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പം ദശാവതാരങ്ങളിൽപ്പെട്ട പരശുരാമനും ബലരാമനും ജനിച്ച ദിവസമാണ്. നമുക്കൊക്കെ അറിയാം, അക്ഷയപാത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ അക്ഷയപാത്രം, ഭക്ഷണം ഒതുങ്ങാത്ത പാത്രം. പട്ടർകുളം അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ മൊയ്തീൻകുട്ടി മാസ്റ്റർ ആശംസാ പ്രസംഗം നടത്തി. തുടക്കത്തിനും തുടക്കം കുറിക്കുന്ന ഒരു ദിവസം, അതായത് യുഗങ്ങളുടെ തുടക്കം കുറിക്കുന്നത് സത്യയുഗത്തിലൂടെയാണ്. ആ സത്യയുഗത്തിലെ ആദ്യ ദിവസമാണ് മേടമാസം 27 എന്നത്. ആ മേടമാസം 27 അക്ഷയ തൃതീയം എന്ന രീതിയിൽ വിശ്വാസികൾ കൊണ്ടുനടക്കുന്നത്. ദുബായ് ഗോൾഡ് ചെയർമാൻ മുഹമ്മദ് അലി ഹാജി, ഡയറക്ടർ അലിപ്ര അബ്ദുൽ അസീസ്, സിഒഒ നാസർ മാസ്റ്റർ, മാനേജർ പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ഞങ്ങളോട് അക്ഷയ തൃതീയയെ പറ്റിയും അതിന്റെ കാരണങ്ങൾ എന്താണെന്നും ഞങ്ങൾക്ക് വിശദീകരിച്ച പുതുതലമുറയ്ക്ക് വിശദീകരിച്ചെന്ന സാറിന് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ കമ്പനിയുടെ പേരിലും മാനേജ്മെന്റിന്റെ സ്റ്റാഫ് എല്ലാവരുടെയും പേരിലും 1000 ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. മെയ് 14, 15 തീയതികളിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കുട്ടികളുടെ റിസൾട്ട് കോപ്പി 8304070785 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തനിക്കെതിരെ KPCC സ്വീകരിച്ച നടപടി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് KPCC മെമ്പർ KV സുബ്രഹ്മണ്യൻ. പൊന്നങ്കോട് കുന്ന് തൃക്കൈപ്പറ്റ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ ശ്രീകോവിൽ പ്രതിഷ്ഠയ്ക്കൊരുങ്ങി. പുതിയറ CSI ഷഫ്ലർ മെമ്മോറിയൽ ദേവാലയത്തിലെ സുവിശേഷ മഹായോഗവും ഗാന ശുശ്രൂഷയും മെയ് 13 ആരംഭിക്കും. ബേപ്പൂർ ബീച്ച് ശുചീകരിച്ച് സന്നദ്ധ സംഘടനകളും പ്രദേശവാസികളും. കെ സരസ്വതിയമ്മ പുരസ്കാരം എഴുത്തുകാരി P ഗീതയ്ക്ക് നൽകും. സാഹിത്യകാരി സാറ ജോസഫ് പുരസ്കാരം സമർപ്പിക്കും. കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി അക്രലിക് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയ്ക്ക് തുടക്കമായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.